മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്ത്. ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക്. ഓരോ മൃതദേഹവും സംസ്കരിക്കാൻ 75,000 രൂപ വീതം ചെലവായി. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ വസ്ത്രങ്ങൾക്കായി 11 കോടി രൂപയെന്നും ചെലവാകും. നിപ ബാധിച്ച് സംസ്ഥാനത്ത് യുവാവ് മരിച്ചത്. മലപ്പുറത്ത് തിരുവാമലയിൽ അതിജാഗ്രത. യുവാവിന്റെ ബംഗളൂരുവിലെ സഹപാഠികളും നിരീക്ഷണത്തിൽ. നിപ ലക്ഷണങ്ങൾ കണ്ട 10 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം. മലയാള സിനിമാ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടന. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിന് ആഷിഖ് അബു അടക്കമുള്ളവരുടെ ശ്രമം തുടങ്ങി. സംഘടനയ്ക്കുള്ള ആലോചന യോഗം വിളിച്ച് 6 പേർ. ഹേവ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്വകാര്യത അന്വേഷണ സംഘവും ഒരു വാർത്താ ചാനലും ലംഘിക്കുന്നുവെന്ന് WCC. വാർത്താ ഇടപെടൽ സ്വകാര്യ വാർത്താ ചാനലിലെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോടതി നിർദ്ദേശം ലംഘിച്ച് മാധ്യമ വിചാരണ നടത്തുകയാണെന്ന് WCC. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചതിൽ അറസ്റ്റ്. അജ്മൽ, ഡോക്ടർ ശ്രീകുട്ടി എന്നിവർക്കെതിരെ മനഃപൂർവ്വം നരകത്തിക്ക് കേസെടുത്തു. മനഃപൂർവ്വം ഇരുവരും മദ്യപിച്ചിരുന്നുവെന്നും സ്ഥിരീകരണം. അജ്മൽ വഞ്ചന, ചന്ദ്രക്കുട അടക്കമുള്ള കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെക്കും. പുതിയ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്കകമെന്ന് ആം ആദ്മി. അതീഷ് മല്ലനയ്ക്ക് ആദ്യ പരിഗണന. കെജ്രിവാളിന്റെ തീരുമാനത്തെ ജനങ്ങൾ പ്രശംസിക്കുന്നുവെന്നും മന്ത്രി സൗരഭ് ഭരദ്വാജ്. പുതിയ മുഖ്യമന്ത്രിക്കായി ഡൽഹിയിൽ ചർച്ചകൾ സജീവം. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വെടിവെപ്പ്. സംഭവം ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിൽ കളിക്കുന്നതിനിടെ ട്രംപ് സുരക്ഷിതൻ. അക്രമിയെ കസ്റ്റഡിയെടുത്ത് സീക്രട്ട് സർവീസ്.